ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭ സ്ഥാപിക്കപ്പെടുവാൻ താൻ കൊടുത്ത വില. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് പീഡിപ്പിച്ച ശേഷം ആമത്തിൽ ഇട്ട് പൂട്ടി അവരെ അതിനകത്ത് ഇട്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സന്തോഷം അവരെ ആരാധനയിലേക്ക് വഴി നയിച്ചു. ആ ആരാധന ആ സഭയുടെ ഉദ്ഘാടനമായിരുന്നു, ആ സഭയുടെ തുടക്കമായിരുന്നു. ആ സഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരു കാരാഗ്രഹത്തെ ഒറ്റ രാത്രിയിൽ ഉപയോഗിക്കുവാനിടയായി. അവിടെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. പക്ഷേ പൗലോസിൻ്റെ ഭാഷയിൽ പിന്നത്തേതിൽ ഫിലിപ്പിയ സഭ തൻ്റെ പ്രാർത്ഥനയിൽ ആത്മാവിൽ താൻ കാണുന്നു ക്രൂശിൻ്റെ ശത്രുക്കളുടെ ആക്രമണത്താൽ, ആന്തരിക ഭിന്നതയാൽ, പീഡയാൽ അവശരായി കാണുന്ന സഭ. അപ്പോൾ പല ഇരുട്ടിൻ്റെ ശക്തികളും പല നിലവാരത്തിൽ തകർക്കുവാൻ നോക്കുമ്പോൾ അപ്പോസ്തലൻ അവിടെയുള്ള പീഡയനുഭവിക്കുന്ന ദൈവജനത്തിന് ആത്മാവിൽ എഴുതി അയക്കുന്ന ഒരു ദൂതാണ്, സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ആരിൽ? കർത്താവിൽ. എന്തുകൊണ്ടാണ് അവിടെ കർത്താവിനെ ഉയർത്തി പറയുന്നത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം ഇങ്ങനെ കാണുന്നു: ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. പ്രിയരെ, ആത്മാവിൻ്റെ ഫലമാണ് ഈ സന്തോഷം. ആത്മാവിൻ്റെ ഫലം ആത്മാവിൻ്റെ ഉടയവനായ ദൈവത്തിന് മാത്രമേ പകരപ്പെടുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ വേദനിച്ചിരിക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുമ്പോൾ, പീഡ അനുഭവിക്കുമ്പോൾ, ശത്രു നമ്മളെ പീഡിപ്പിക്കുമ്പോൾ, ആ പീഡ മുഖാന്തരം നമ്മുടെ ഹൃദയം ദുഃഖിച്ച് വേദന കൊണ്ട് നിറയപ്പെടുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവാണ് എൻ്റെ സന്തോഷം. അതേ പ്രിയരെ, യെശയ്യാപ്രവചനം 61:10 പറയുന്നു: ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ദൈവത്തെ ഘോഷിക്കുവാൻ, ഉള്ളം ദൈവത്തിൽ ആനന്ദിക്കുവാൻ നാം ചെയ്യേണ്ടത്, പ്രിയമുള്ളവരെ, ആ ദൈവിക സന്തോഷം എന്ന് പറയുന്ന ആത്മാവിൻ്റെ ഫലം നാം അനുഭവിക്കുവാനിടയാകണം. പൗലോസ് പറയുന്ന വാക്കുകൾ എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. പീഡ അനുഭവിക്കുമ്പോഴും, കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും, ജയിലറയ്ക്കകത്ത് പീഡകൾ ഏറ്റുവാങ്ങുമ്പോഴും, റോമൻ കാരാഗ്രഹത്തിൻ്റെ പടയാളികൾ തന്നെ പീഡിപ്പിക്കുമ്പോഴും, ദൈവസഭയുടെ ഉന്നതിക്കു വേണ്ടി, ദൈവസഭയുടെ വളർച്ചയ്ക്കു വേണ്ടി ആത്മാവിൽ ചിലതിനെ കാണുന്ന, ആത്മാവിൽ ചിലതിനെ പ്രാർത്ഥനയിൽ വഹിക്കുന്ന ഒരു ഭക്തൻ പരിശുദ്ധാത്മാവിനാൽ ദൂത് വിളിച്ചു പറയുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. എപ്പോഴാണ് സന്തോഷിക്കേണ്ടത്? എപ്പോഴും സന്തോഷിക്കുവിൻ, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ. ആമേൻ. 23-ാം സങ്കീർത്തനക്കാരനോട് ചേർന്ന് നാം പറയുകയാണെങ്കിൽ, അവിടെ സങ്കീർത്തനക്കാരൻ 23-ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പം താഴ്വരകൾ കൂരിരുൾ മൂടുമ്പോൾ, ഏകനാകുമ്പോൾ, ഒറ്റയ്ക്കായി തീരുമ്പോൾ, എല്ലാവരും കൈവിടപ്പെടുമ്പോൾ, ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ ആരുമില്ലെന്ന് തോന്നിപ്പോകുമ്പോൾ
ദാവീദും പറയുന്നു, ഞാൻ ഭയപ്പെടത്തില്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്നോട് കൂടെയിരിക്കുന്ന ദൈവം, എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഇവിടെ പൗലോസ് ആമേൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആമേൻ വിളിച്ചു പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ നാം ഏതവസ്ഥയിലായിരുന്നാലും നമ്മെ സന്തോഷിപ്പിക്കുവാൻ ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, നമ്മെ സന്തോഷിപ്പിക്കുവാൻ ഏതെല്ലാം വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും, ഏതെല്ലാം ഉപകരണങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും, ആ സന്തോഷം താൽക്കാലികമാണ്. സന്തോഷം ദൈവത്തിൻ്റെ ഫലമാണ്, ആത്മാവിൻ്റെ ഫലമാണ്, ദൈവം തരേണ്ടതാണ്. ആ ആത്മാവിൻ്റെ ഫലം ഈ നാളുകളിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാപിച്ചെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തോട് ചേർന്ന് പറയുവാൻ കഴിയണം, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആ ആത്മാവിൻ്റെ ഫലം എൻ്റെ മേൽ വരട്ടെ. ശത്രു പീഡിപ്പിക്കുമ്പോൾ, കൂരിരുൾ കൊണ്ട് മൂടപ്പെടുമ്പോൾ, ഏകാന്തത ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയട്ടെ, ഞാൻ ദൈവത്തിൻ്റെ കംഫർട്ട് അനുഭവിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിക്കുന്നു. എൻ്റെ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി പറയാം. പ്രിയരെ, ഈ ലോകത്തിൽ ആരെല്ലാം നമ്മളെ അവൻ കൂരിരുളിലേക്ക് തള്ളിവിട്ടാലും, കൂരിരുൾ നമ്മെ മൂടപ്പെടുവാനിടയായി തീർന്നാലും നമുക്ക് പറയാൻ കഴിയട്ടെ, ഐ ഫീൽ ദ കംഫർട്ട് ഓഫ് മൈ ഗോഡ്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.